ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മൈക്കിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ ചെയ്ത് വരുമ്പോഴായിരിക്കും നമ്മളെ യൂസേഴ്സ് കമൻറ്റ് ചെയ്യാം, ബ്രോ ഓഡിയോ ക്ലിയർ അല്ല, ഓഡിയോ അത്ര ശരിയില്ല എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ചിന്തിക്കും നല്ലൊരു മൈക്ക് വാങ്ങണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഫ്രീ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നല്ല മൈക്ക് കിട്ടണം എന്നില്ല. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമ്മൾക്ക് പൈസ കൊടുക്കുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട്. അതിന് മുകളിലേക്ക് എത്രത്തോളം പൈസ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു ഫീല് ചിലപ്പം കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പം നമ്മുടെ സാധാരണയായിട്ട് നമ്മളെല്ലാവരും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വാങ്ങുന്ന ഒരു മൈക്കാണ് ബോയ എന്ന് പറഞ്ഞിട്ട് ഒരു 900 രൂപ എടുത്ത് വരുന്നത്. ഞാൻ ഇവിടെ കാണിച്ചു തരാം ഈ ഒരു മൈക്ക്. ഓക്കെ, ഇത് കുഴപ്പമില്ലാത്ത നമുക്ക് വോയിസ് ക്ലാരിറ്റി ആയിട്ട് മൈക്കിന്. അതുപോലെ തന്നെ ഇത് നല്ല നീളമുള്ള വയറാണ്. ഓക്കെ, 5 മീറ്ററിലധികം ചിലപ്പോൾ നീളം കിട്ടുന്നുണ്ട് ഇതിന്. 8 മീറ്റർ എങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പം ഇതൊരു നല്ലൊരു മൈക്ക് തന്നെയാണ്. ഓക്കെ, നമ്മളിപ്പം ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും, അപ്പോൾ ക്യാമറ കുറച്ച് ദൂരെ വെച്ചിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ നല്ല ലെങ്ത്തിൽ ഒരു മൈക്ക് തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി നല്ല പോഡ്കാസ്റ്റൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ മൈക്ക്. ഇവിടെ എൻ്റെ മുമ്പിൽ കാണുന്ന ഈ മൈക്ക് ഉണ്ടല്ലോ, സത്യത്തിൽ ഇത് മൈക്കല്ല. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമേജ് വെച്ചാണ്, റോഡിൻ്റെ മൈക്കിൻ്റെ ഇമേജാണ്. അപ്പോൾ ഒറിജിനൽ മൈക്ക് ഇവിടെ തന്നെ ഉണ്ട്. ഇത് ഫിഫിൻ 55 എന്നാന്ന് തോന്നുന്നു. ഓക്കെ, ശരിക്കും എന്താ അത് ഉച്ചരിക്കാൻ എനിക്കറിയില്ല. 55 എന്നാണ് തോന്നുന്നു ഇതിൻ്റെ പേര്. ഇതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇത് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ മൈക്ക്, കണ്ടല്ലേ? അപ്പം തിരിച്ച് അതേപോലെ വെക്കാൻ, ഇത് വെച്ച് വെക്കുമ്പോൾ എനിക്ക് അത്രയും സ്പേസ് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഇത് കാണിച്ചു തന്നത്. ഓക്കെ, അപ്പം ഈ ഒരു മൈക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റായിട്ട് നമ്മൾക്ക് ഫോണിൽ കണക്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് ഒരിക്കലും 3.5mm ജാക്കറ്റ്. 3.5mm ജാക്കറ്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഇയർഫോണൊക്കെ ഇല്ലേ, നമ്മൾ സാധാരണ പണ്ടൊക്കെ ഇങ്ങനെ കുത്തി കേട്ടിട്ടില്ലേ, ആ ഒരു ഇയർഫോൺ പോലത്തെ സംഭവം ഇതിൽ വരുന്നില്ല. ഇതിന് വരുന്നത് USB കേബിളാണ്. അപ്പം ഇത് ഫോണായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു USB Type-C കണക്ടർ വാങ്ങിയിട്ട് നമ്മൾ ആൻഡ്രോയിഡ് ഫോണുകളിൽ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇത് കമ്പ്യൂട്ടറിൽ മാത്രമൊന്നുമല്ല, ഫോണിൽ ഉപയോഗിക്കാം, ടാബിൽ ഉപയോഗിക്കാം. പക്ഷേ ഇതിന് കണക്ടർ വേണമെന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് ഇതിൻ്റെ സൗണ്ട് ക്ലിയർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാനുണ്ട്, നമ്മൾ തീർച്ചയായിട്ടും ഇത് കമ്പ്യൂട്ടർ തന്നെ കൊടുത്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. കാരണം അത്രയും വോൾട്ടേജും കാര്യങ്ങളൊക്കെ ഇതിന് സപ്പോർട്ട് ചെയ്യും. കൂടാതെ ഇതിന് വരുന്ന പ്രത്യേകിച്ച് കഴിഞ്ഞാൽ, സാധാരണ ഞാൻ ഇതിന് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൈക്ക് എന്ന് പറയുന്നത് അത് ഇവിടെ കാണിച്ചു തരാം. ഈ ഒരു മൈക്കാണ്, അടിപൊളി മൈക്ക് തന്നെയാണ്. സ്നോബോളിൻ്റെ സ്നോബോൾ എന്ന് പറയുന്നൊരു മൈക്ക് തന്നെയാണ്. ഏകദേശം ഇതിനൊരു നോർമലായിട്ട് 3900 മുതൽ 5200 വരെ റേഞ്ച് വരും. ആമസോണിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അടിപൊളി മൈക്ക് തന്നെയാണ്, നല്ല സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ എനിക്ക് ആദ്യത്തെ വാങ്ങിച്ചു, നല്ല ക്ലാരിറ്റി ആയിട്ട്. രണ്ടാമത് ആ പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അതായത് ക്ലിയർ ആയിരുന്നില്ല. അതുമല്ല, പെട്ടെന്ന് കംപ്ലയിൻ്റ് ആയി. ആദ്യത്തെ മൈക്ക് വെച്ച് എനിക്ക് 2-2.5 കൊല്ലം അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇത് വാങ്ങിയിട്ട് ഏകദേശം 3 മാസത്തിനുള്ളിൽ തന്നെ അത് കംപ്ലയിൻ്റ് ആയി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വോയിസ് ക്വാളിറ്റി കുറഞ്ഞു എന്നാണ് അർത്ഥം. ഓക്കെ, അതായത് ചിരപ്പൊക്കെ നമ്മൾ റെക്കോർഡിങ് ഇങ്ങനെ ചിരപ്പൊക്കെ വരുന്നുണ്ട്. ചിലപ്പം ഞാനത് ഉപയോഗിച്ചിരുന്നത് എൻ്റെ നാട്ടിൽ തറവാട്ടിലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവിടെ പ്രോപ്പറായിട്ട് എർത്തും കാര്യമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ മദർ ബോർഡിലേക്ക് എന്തെങ്കിലും പറ്റിയതായിരിക്കാം. ഞാൻ കമ്പനി കുറ്റം പറയുന്നില്ല. സോ അതുകൊണ്ട് ഞാനെന്ത് ചെയ്തു, പുതുതായിട്ട് വേറെ മൈക്ക് വാങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ എനിക്കിങ്ങനെ മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടുത്തൊന്നും ആർക്കാരുണ്ടായിരുന്നില്ല. അപ്പം OLX നോക്കിയപ്പോഴായിരുന്നു ഈ ഒരു മൈക്ക് കണ്ടത്. ഏകദേശം ഇതിന് 5000 രൂപയ്ക്ക് അടുത്താണ്. ഇതിന് 5500-6000 രൂപയ്ക്ക് ഇതിന് MRP ഉണ്ട്. ഒരു ഏകദേശം നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ ഇവിടെ കാണിച്ചിട്ട് 3000 രൂപയെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. നോക്കാം നമുക്ക് ഇവിടെ, ഞാൻ നിങ്ങൾക്ക് കിട്ടുകയാണ്. ഇപ്പോൾ നിലവിൽ ആമസോണിൽ പ്രൈസ് ഇതാണ്. ഓക്കെ, ഇത് വാങ്ങിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ആക്സസറീസും ഇതിന് നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക ടേബിൾ വെക്കുകയാണെങ്കിൽ ആ ടേബിൾ ഇങ്ങനെ വെക്കുന്ന സ്റ്റാൻഡില്ലേ, ആ സ്റ്റാൻഡ് കിട്ടും. അപ്പോൾ തന്നെ പോപ്പർ ഫിൽറ്റർ കിട്ടും. ഇതിന് മുകളിൽ വേറെ ഫിൽറ്റർ ഉണ്ട്, അതും കിട്ടും. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ആക്സസറീസും ഇതിൻ്റെ അപ്പുറം കിട്ടും. പറയുന്ന പ്രൈസ് റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ഒരു 3000 രൂപ എടുത്ത് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 2600-3000 എടുക്കാൻ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. നമ്മൾ ഈ പറയുന്ന ഈ സ്റ്റാൻഡിന് അതിന് തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുകയാണെങ്കിൽ 950 രൂപ കൊടുക്കണം. കൂടാതെ ഇതിൻ്റെ പോപ്പ് ഫിൽറ്ററിന് അതിനും റേറ്റ് ഉണ്ട്. അത് 150 രൂപയുടെ ചീപ്പ് ക്വാളിറ്റി മുതൽ 1200-1500 രൂപ വരുന്ന നല്ല ക്വാളിറ്റി പ്രൈസ് വരുന്നൊരു വരെ ഇൻഡെക്സ് സാധനങ്ങൾ. അപ്പം എല്ലാം കൂടി നോക്കുമ്പോൾ ഈ ഒരു മൈക്ക് നല്ല ക്വാളിറ്റിയാണ്. ഇപ്പം അത്യാവശ്യം പാട്ടൊക്കെ പാടി റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ പോലും, യൂട്യൂബിൽ എന്നെ പോലത്തുള്ള ടോക്കിംഗ് ഹെഡ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുന്നവർ, ഓഡിയോ ക്ലാസ് എടുക്കുന്നവർക്കൊക്കെ ഇത് ബെസ്റ്റ് മൈക്ക് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. കാരണം നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മൈക്കിൽ നിന്നുള്ള വോയിസ് ആണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കമ്പ്യൂട്ടറിൽ GTX 1650 എന്ന് പറയുന്ന NVIDIAയുടെ കാർഡ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഈ GTX 1650യുടെ മുകളിലേക്ക്, GTX 1650 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക്, അല്ലെങ്കിൽ RTXൻ്റെ ഏതെങ്കിലും ഒരു കാർഡ് ഉണ്ടെങ്കിൽ NVIDIAയുടെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, RTX വോയിസ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ നമ്മൾക്ക് ഒരു ഓഡിയോ സെറ്റിങ്സ് ചെയ്യാനുണ്ട്, അതായത് വോയിസ് റിമൂവൽ. ഇപ്പം നിലവിൽ ഇവിടെ പുറത്ത് കോൺക്രീറ്റ് വർക്ക് നടക്കുന്നുണ്ട്, ആ ശബ്ദങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട്, ആ ശബ്ദമുണ്ട്. അതൊക്കെ നമുക്ക് കേൾക്കാതിരിക്കാൻ കാരണം ആ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ അത്രയും പവർഫുള്ളാണ്. അപ്പം അങ്ങനത്തെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം
ആണ് നിങ്ങളെങ്കിൽ ചിലപ്പോൾ അധിക ലാപ്ടോപ്പുകളിലും ഇപ്പം എന്താ പറയുക ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ട്. എല്ലാ സിസ്റ്റത്തിലും ഗ്രാഫിക്സ് കാർഡ് വരുന്നതാണ്. നമ്മളിപ്പം വീഡിയോ ഒക്കെ എടുക്കുന്ന ആൾക്കാരെ എന്തായാലും നമുക്ക് റെൻഡർ ചെയ്യാൻ വേണ്ടി ഒരു ഗ്രാഫിക്സ് കാർഡ് വേണം. അപ്പം ഏറ്റവും കുറഞ്ഞത് 1650 എങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം GTX. ഓക്കെ, ഇതിൻ്റെ സോഫ്റ്റ്വെയർ RTX സോഫ്റ്റ്വെയർ ആണ്. അത് പറയുമ്പോൾ നമ്മൾ ഏതൊരു വീഡിയോ ഇട്ടാലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്താൽ കളയുന്ന അത്രയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. പക്ഷേങ്കിൽ GTX കാർഡുകളിൽ അതിൽ ഈ ഓഡിയോയുടെ സോഫ്റ്റ്വെയർ മാത്രമേ വർക്ക് ചെയ്തുള്ളൂ, വീഡിയോയുടെ സെറ്റപ്സ് ഒന്നും നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ മൈക്ക് വാങ്ങുകയാണെങ്കിൽ ഈ ഒരു മൈക്ക് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം. ഏകദേശം ഇതിൻ്റെ കേബിൾ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 3 മീറ്ററോളം നമുക്ക് ഇതിൻ്റെ കേബിൾ കിട്ടുന്നുണ്ട്. ഏകദേശം 3 മീറ്റർ അപ്പുറത്താണ് എൻ്റെ PC ഇരിക്കുന്നത്. അതിൽ നിന്നാണ് ഈ വയർ ഇവിടെ വരുന്നത്. ഓക്കെ, ഏകദേശം 3 മീറ്റർ അല്ല, ഒരു ഞാൻ ഇത് എക്സ്റ്റെൻഡ് ചെയ്തതാണ്, എന്നാലും ഒരു 2-2.5 മീറ്ററിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് ഇതിൻ്റെ വയർ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ പറയുന്ന ഈ മൈക്കിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം, അതിൽ കയറി നോക്കാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു മൈക്ക് തന്നെയാണ്. ഏകദേശം 2500 രൂപയ്ക്ക് നിങ്ങൾക്ക് മൊത്തം സെറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് എന്താ പറയുക, എല്ലാവരും നല്ലൊരു മൈക്ക് നോക്കി നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു മൈക്ക് തന്നെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. നല്ല ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന നല്ല ക്വാളിറ്റി തരുന്ന വേറെ എന്തെങ്കിലും മൈക്കുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഏകദേശം വിലയും അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്ക് വാങ്ങാൻ പോകുന്ന മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെടാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.